പത്തനംതിട്ട പന്തളത്ത് വാഹനാപകടം. ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് KSRTC ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ കാർ മറ്റ് രണ്ട് കാറുകളിലേക്കും ഇടിച്ചു. കാറിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എന്താണ് ഈ അപകടത്തിന്റെ കാരണം? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടിയാണ് വേണു ഇത്തരത്തിലൊരു അപകടം നടന്നത്. അമിത വേഗത തന്നെയാണ്, അതായത് ഈ KSRTC ബസ്സുകളിലടക്കം അമിത വേഗത ഉണ്ടാകുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഈ MC റോഡിൽ പതിവാണ്. എന്തായാലും ഈ അമിത വേഗത തന്നെയാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്. കാറ് KSRTC ബസ്സിൽ ഇടിക്കുകയായിരുന്നു. അതിനുശേഷം മറ്റൊരു കാറിലേക്ക് വന്ന് ഇടിച്ചു. കുട്ടികളടക്കമുള്ള ഏതാണ്ട് 5ഓളം യാത്രക്കാർ ഈ രണ്ട് വാഹനങ്ങളിലുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും പരിക്കില്ല. എന്തായാലും വാഹന ഗതാഗതം ഏറെ നേരം ഈ MC റോഡിൽ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും പോലീസും ഫയർഫോഴ്സും അടക്കം സ്ഥലത്തെത്തി. നാട്ടുകാരടക്കം വാഹന ഗതാഗതം നിയന്ത്രിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ആ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. എന്നാലും കാര്യമായ രീതിയിൽ നിസ്സാര പരിക്ക് പോലും ആർക്കും പറ്റിയില്ല എന്നതാണ് ഏറ്റവും ഭാഗ്യം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ മേഖലയിൽ പോലീസിന്റെ ഒരു സേവനം അടിയന്തരമായി ഓരോ പോയിന്റുകളിലും വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം ശബരിമല തീർത്ഥാടന കാലമാണ്. നിരവധി വാഹനങ്ങൾ ഈ വഴിയിലൂടെ കടന്നു വരുന്നതാണ്. അടിയന്തര ഇടപെടൽ വേണമെന്നൊരു ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.